ഒരു സെറ്റ് പുതിയ കാസറോള് കിട്ടിയ സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ടോ? അതില് വിളമ്പിയ ബിരിയാണിയും അതോടൊപ്പം തന്നെ നമ്മൾ മേടിച്ച ഒരു ഉടുപ്പുമാണ് ഇന്നത്തെ വീഡിയോയിലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഇവിടെ നന്നായിട്ട് തണുപ്പ് വന്നപ്പോൾ എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ജലദോഷം വന്നായിരുന്നു. ഞങ്ങൾ ഒട്ടും തണുപ്പ് പറ്റാത്ത ആൾക്കാരാണ് കേട്ടോ. തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചൂട് എന്തോരം വേണമെങ്കിലും ഞങ്ങൾ സഹിക്കും. ഞങ്ങൾക്ക് ഫാനും അതുപോലെ തന്നെ AC ഒന്നും ഇല്ലാതെ ഏത് വേനൽക്കാലത്ത് വേണമെങ്കിലും പുതച്ച് കിടന്ന് ഉറങ്ങാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല തിയേറ്ററിൽ പോകുമ്പോഴേ ഞങ്ങൾ ബ്ലാങ്കറ്റും ഇതുപോലെ സ്വെറ്ററൊക്കെ കൊണ്ടാ പോവാ. ഇതിങ്ങനെയൊന്നും അല്ലടാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വരുന്നുണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ വരെ പരീക്ഷിച്ചിട്ട് ഇതിനൊരു മെന വരുന്നില്ലല്ലോ സജി എന്നുള്ള ഡയലോഗിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഇന്നലത്തെ ബെഡ്ഷീറ്റിന്റെ പരാതി ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അതിനെ ഒരു വിധത്തിൽ ബെഡിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇത് 3D പോലെ ഉണ്ടോന്ന് ചോദി 3D വേണം 7D പോലെ ഇല്ല. നിങ്ങൾ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തിനെ ഒന്ന് സമാധാനിപ്പിക്കോ, ഒരു 3D ലുക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ബെഡ്ഷീറ്റ് കിടുവാണ് കേട്ടോ, ഗംഭീരമായിട്ടാണ്, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പുളിപ്പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബിരിയാണി വെക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. നമ്മുടെ ഇവിടെ ബിരിയാണിയും അതുപോലെ തന്നെ സെപ്പറേറ്റ് ചിക്കനും ഒക്കെ ആയിട്ട് വേറെ എന്തോ ഒരു രൂപത്തിലുള്ള ബിരിയാണിയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുണ്ടാക്കുക. എല്ലാവരും പറയും ഇതല്ല ബിരിയാണി ശ്രീ, ഇത് നെയ്ച്ചോറാണ് ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതാണ് ബിരിയാണി. ആ ഡാൽഡയും നെയ്യും ഒക്കെ ഇട്ട് അതിൽ മുഴുവൻ മസാലയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതോടൊപ്പം തന്നെ സവോള ഇട്ടൊന്ന് വഴട്ടി അതിൽ നമ്മൾ കഴുകി വാല വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കും. അരി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള ആ ഒരു പ്രകൃതി നിയമമുണ്ടല്ലോ അത് പാലിച്ചുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ശ്രീകുട്ടനും ചേച്ചമ്മയും തമ്മിൽ ഭയങ്കര സിങ്കാണ് കേട്ടോ. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇത്രയ്ക്കധികം സിങ്ക് വന്നത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. ചേച്ചമ്മ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ ശ്രീകുട്ടൻ അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ ഒരു കണക്കിൽ അടച്ചു വെച്ച നമ്മുടെ ആ അരിയിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് അടച്ച് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബിരിയാണി നെയ്ച്ചോറ് റെഡിയായി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ കാസറോളിൽ അതൊന്ന് വിളമ്പുക എന്നുള്ളതാണ്. നമ്മളിപ്പം മാമൻ്റെ വീട്ടിൽ പോയാലും അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് പോയാലും ചേച്ചീൻ്റെ അടുത്ത് വന്നാലും ഇപ്പോൾ മണ്ണമ്പേട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയാൽ കൂടി നമ്മൾ ഫുഡ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു പരിപാടിയുണ്ട്. ഇതുപോലെ പാത്രങ്ങളിലാക്കിയിട്ട് പാഴ്സൽ. ഇത് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ. അമ്മായി അത് പഠിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും പിന്നെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ആവും കേട്ടോ. എങ്കിലും ഞങ്ങൾ മാമൻ്റെ കൂടെ പോകുമ്പോഴായാലും അവിടെ നിന്ന് ഇങ്ങടായാലും അങ്ങടായാലും ഒക്കെ ഇതുപോലത്തെ പാത്രങ്ങൾ അങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. അത് കാരണം ഇത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ചീരത്തോരൻ, അതുപോലെ തന്നെ പയറുപ്പേരി, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫും അതുപോലെ തന്നെ പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് വിഭവസമൃദ്ധമായ സദ്യയാണ് അന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. പലർക്കും ബിരിയാണി ഇഷ്ടമല്ലാന്നേ, അവർ ചോറും സാമ്പാറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.